ഹലോ എവരി വൺ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഇമ്പോർട്ടൻസ് ഓഫ് ഓർഗനൈസേഷൻ്റെ ഇമ്പോർട്ടൻസ് വരെയാണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ്. പ്രിൻസിപ്പിൾസ് ഓഫ് ഓർഗനൈസേഷൻ്റെ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്? സർട്ടൻ ബേസിക് പ്രിൻസിപ്പിൾസ് ആർ ടു ബി ഫോളോഡ് ബൈ മാനേജ്മെൻറ്റ് ഫോർ ദി സക്സസ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. The following are the important principles. First one is principles of objective. അതായത് ഫസ്റ്റ് പ്രിൻസിപ്പിൾ ആണ് പ്രിൻസിപ്പിൾ ഓഫ് ഒബ്ജക്റ്റീവ്സ്. ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഷുഡ് ബി ഗിയർഡ് ടു അച്ചീവ് ദി മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ദി ഓർഗനൈസേഷൻ. ഓരോ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ് കറക്റ്റായിട്ട് അച്ചീവ് ചെയ്താൽ മാത്രമേ ഒരു ഓർഗനൈസേഷൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാ എൻ്റർപ്രൈസസിനും അവരുടേതായിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരിക്കും. ഈ ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ ഒരു ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ അച്ചീവ് ചെയ്താലാണ് ഓർഗനൈസേഷൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്സും അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു പ്രിൻസിപ്പിൾ ഓഫ് ഒബ്ജക്റ്റീവ്സിൽ പറയുന്നത് ഒരു ഓർഗനൈസേഷൻ്റെ മെയിനായിട്ടുള്ള അവരുടെ ലക്ഷ്യം എന്ന് പറയുകയാണെങ്കിൽ തന്നെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒബ്ജക്റ്റീവ് കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ ഒരു ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് പ്രോപ്പറായിട്ട് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. സെക്കൻഡ് വൺ, ഡിവിഷൻ ഓഫ് ലേബർ. A work should be assigned to a person according to his educational qualification, experience, skill and interest. It will result in attaining specialization in a particular area. Division of laborൽ പറയുന്നത് ഓരോ വർക്കും അയാൾക്ക് അസൈൻ ചെയ്ത് കൊടുക്കേണ്ടത് അയാളുടെ എബിലിറ്റി, അതുപോലെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, സ്കില്ല്, എക്സ്പീരിയൻസ്, അയാൾക്ക് എത്രത്തോളം ഈ വർക്ക് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ട്, അതുപോലെ അതിൻ്റെയൊക്കെ ബേസിസിലായിരിക്കും ഈ ഒരു വർക്ക് ഓരോ പേഴ്സൺസിനും അസൈൻ ചെയ്യേണ്ടത്. കാരണം ഒരു വിദ്യാഭ്യാസം കുറവുള്ള ആൾക്കാർക്കാണെങ്കിൽ ഒരുപാട് വർക്ക്, നല്ല എഡ്യൂക്കേഷനിൽ ആവശ്യമുള്ള വർക്ക് അവർക്ക് കൊടുത്താൽ അവർക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവരുടെ ക്വാളിഫിക്കേഷനും അവരുടെ എക്സ്പീരിയൻസും അവരുടെ കഴിവൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം അവർക്ക് വർക്ക് അസൈൻ ചെയ്ത് കൊടുക്കാൻ. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അവർ ചെയ്യുന്ന വർക്ക് ആ പെർട്ടിക്കുലർ ഏരിയയിൽ അവർക്ക് കൂടുതൽ സ്പെഷ്യലൈസ് ചെയ്യാനും അവിടെ നന്നായി പെർഫോം ചെയ്യാനും പറ്റും. അതാണ് ഡിവിഷൻ ഓഫ് ലേബറിൽ പറയുന്നത്. നെക്സ്റ്റ് വൺ, പ്രിൻസിപ്പിൾ ഓഫ് ഡെഫിനിഷൻ. ഈ ഒരു പ്രിൻസിപ്പിളിൽ എന്താ പറയുന്നത് നോക്കാം. ഇറ്റ് സേസ് ദാറ്റ് ഇറ്റ് ഈസ് നെസസറി ടു ഡിഫൈൻ ആൻഡ് ഫിക്സ് ദി ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് അതോറിറ്റി ഓഫ് ഈച്ച് വർക്ക്. In addition to that, the organizational relationship of each worker with others should be clearly defined. അതായത് ഈ ഒരു പ്രിൻസിപ്പിൾ എന്താന്ന് പറയുന്നത് വെച്ചാൽ ഇവരുടെ ഫങ്ഷൻസ്, അതുപോലെ റെസ്പോൺസിബിലിറ്റി, അതോറിറ്റി, അതുപോലെ റിലേഷൻഷിപ്പ്, വേറെ ഡിപ്പാർട്ട്മെൻറ്റും ഇൻഡിവിജ്വൽസും തമ്മിലുള്ള റിലേഷൻഷിപ്പൊക്കെ ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. അവരുടെ എന്തൊക്കെയാണ് ഡ്യൂട്ടീസ്, അവർക്ക് എന്തൊക്കെയാണ് അവരുടെ ഉത്തരവാദിത്തങ്ങൾ, അവർക്ക് എന്തൊക്കെയാണ് അധികാരമുള്ളത്, ഓരോ വർക്കും ചെയ്യാനുള്ളത്, അത് കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. അങ്ങനെ ചെയ്യലാണ് എങ്കിൽ മാത്രമേ ഒരു ഓർഗനൈസേഷന് റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഈ ഒരു പ്രിൻസിപ്പിളിൽ പറയുന്നത്, പ്രിൻസിപ്പിൾ ഓഫ് ഡെഫിനിഷനിൽ പറയുന്നത്. നെക്സ്റ്റ്, സ്കാലർ ചെയിൻ. ഇറ്റ് റിഫേഴ്സ് an unbroken line of authority from top level management to lower level. Subordinates must know who is superiors and vice versa. സ്കാലർ ചെയിൻ എന്ന് പറഞ്ഞാൽ അതായത് അതോറിറ്റി പോകുന്നൊരു ലൈനാണ്, അൺബ്രോക്കൺ ലൈനാണ്. ഇത് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിൽ നിന്ന് ലോവർ ലെവൽ വഴിയായിരിക്കും അതോറിറ്റി പോകുന്നത്. അപ്പോൾ അവർക്ക് മനസ്സിലാവും, സബോർഡിനേറ്റ്സിന് മനസ്സിലാവും ആരാണ് അവരുടെ മുകളിലുള്ള ഉദ്യോഗസ്ഥനെന്ന് മനസ്സിലാവും. അതുപോലെ തന്നെ സുപ്പീരിയറിന് ആരാണ് അവരുടെ സബോർഡിനേറ്റ്സ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഈ ഒരു റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഒരു ലൈൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ചെയിൻ ഓഫ് കമാൻഡിനെ എന്ത് പറയാം, സ്കാലർ ചെയിൻ എന്ന് പറയാം. അവർ ഒരു ചെയിൻ വഴിയായിരിക്കും കമ്മ്യൂണിക്കേഷൻ പോകുന്നത്. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള ഒരു അതോറിറ്റിയാണ് ഇവിടെ പാസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ അധികാരം അവരുടെ സുപ്പീരിയർ സബോർഡിനേറ്റിന് മുകളിലായിരിക്കും അതോറിറ്റി ഉണ്ടായിരിക്കുക. നെക്സ്റ്റ് പ്രിൻസിപ്പിളാണ് യൂണിറ്റി ഓഫ് കമാൻഡ്. This principle states that an individual should be placed under the control of one superior, only one superior. അതായത് ഒരു സുപ്പീരിയറിൻ്റെ കൺട്രോളിൽ മാത്രം ഒരു ഇൻഡിവിജ്വലിനെ അപ്പോയിൻറ്റ് ചെയ്യുക. അതായത് ഒരു സുപ്പീരിയർ മാത്രമായിരിക്കും ഒരാളെ കൺട്രോൾ ചെയ്യുന്നത്.
അപ്പോൾ ദ ഇൻഡിവിജ്വൽ ഷുഡ് റിസീവ് ഓർഡേഴ്സ് ഫ്രം ഇൻസ്ട്രക്ഷൻസ് ഫ്രം ഓൺലി വൺ സുപ്പീരിയർ ആൻഡ് നോട്ട് ഫ്രം സെവറൽ സുപ്പീരിയർ. അപ്പോൾ ഒരുപാട് ആൾക്കാരുടെ നിന്നും ഓർഡർ സ്വീകരിക്കേണ്ട ആവശ്യമില്ല. ഒരു സുപ്പീരിയറിൻ്റെ കയ്യിൽ നിന്ന് മാത്രം അയാൾ ഇൻസ്ട്രക്ഷൻസും അയാൾക്കുള്ള ഓർഡറൊക്കെ സ്വീകരിച്ചാൽ മതി. ഈ യൂണിറ്റി ഓഫ് കമാൻഡിൽ എന്ന് പറയുന്നത് ഈ ഒരു വർക്ക്, ഒരു ഇൻഡിവിജ്വൽ വർക്ക് ചെയ്യുമ്പോൾ അയാൾ സ്വീകരിക്കേണ്ട ഓർഡറും അതുപോലെ അയാൾ സ്വീകരിക്കേണ്ട ഇൻസ്ട്രക്ഷനും അതൊക്കെ ഒരു സുപ്പീരിയറിൻ്റെ കയ്യിൽ നിന്ന് മാത്രം മതി. ഒരുപാട് ആൾക്കാരെ നിന്ന് നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകും, ഏതാ ചെയ്യേണ്ടത് ഏതാ ചെയ്യേണ്ടാത്തെന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് യൂണിറ്റി ഓഫ് കമാൻഡ് എന്നുള്ള പ്രിൻസിപ്പിൾ ഓരോ ഓർഗനൈസേഷനിൽ കൊണ്ടുവരുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് സ്പാൻ ഓഫ് കൺട്രോൾ. ദിസ് പ്രിൻസിപ്പിൾ ഡിറ്റർമൈൻസ് ദി നമ്പർ ഓഫ് സബോർഡിനേറ്റ്സ് എ സുപ്പീരിയർ ക്യാൻ ഇഫക്റ്റീവ്ലി മാനേജ്. ഈ ഒരു സ്പാൻ ഓഫ് കൺട്രോളിൽ പറയുന്നതാണ് ഒരു സുപ്പീരിയർക്ക് എത്രത്തോളം എത്ര സബോർഡിനേറ്റിനെ ഇഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും, അത് കണ്ടെത്തലാണ് ഈ സ്പാൻ ഓഫ് കൺട്രോളിൽ പറയുന്നത്. അതായത് ഒരു സുപ്പീരിയർക്ക് അയാളുടെ അണ്ടറിൽ എത്ര സബോർഡിനേറ്റ്സിനെ മാനേജ് ചെയ്യാൻ പറ്റും ഇഫക്റ്റീവായിട്ട്. ദ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഷുഡ് ബി സോ ഡിവൈസ്ഡ് ദാറ്റ് ദർ ഈസ് എ കറക്റ്റ് സ്പാൻ ഓഫ് കൺട്രോൾ. അതായത് നല്ലൊരു സ്പാൻ ഓഫ് കൺട്രോൾ ഉണ്ടെങ്കിൽ ഒരു ഓർഗനൈസേഷൻ എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറയുകയാണെങ്കിൽ തന്നെ ആദ്യം ഓർഗനൈസേഷൻ ഡിറ്റർമൈൻ ചെയ്യുക, അതായത് കണ്ടെത്തുക ഒരു സുപ്പീരിയർക്ക് എത്ര സബോർഡിനേറ്റ്സിനെ നല്ല രീതിയിൽ എഫക്റ്റീവായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളത്. നെക്സ്റ്റ് പ്രിൻസിപ്പിളാണ് ഫ്ലെക്സിബിലിറ്റി. ദ ഓർഗനൈസേഷൻ സെറ്റപ്പ് ഷുഡ് ബി ഫ്ലെക്സിബിൾ ടു അഡ്ജസ്റ്റ് ടു ദി ചേഞ്ചിങ് എൻവയോൺമെൻറ്റ് ഓഫ് ബിസിനസ്. അതായത് ഓർഗനൈസേഷൻ എന്ത് ചെയ്യണം, ഫ്ലെക്സിബിൾ ആയിരിക്കണം. അതായത് ബിസിനസ്സിൻ്റെ എൻവയോൺമെൻറ്റ് ചേഞ്ചസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതിനനുസരിച്ച് ഒരു ഓർഗനൈസേഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ അതേപോലെ ഫ്ലെക്സിബിൾ ആയിക്കൊണ്ടിരിക്കണം. കാരണം ഒരുപാട് ചേഞ്ചസ് വരും ഒരു ഓർഗനൈസേഷൻ. പിന്നെ നമ്മൾ പുറത്ത് നോക്കുകയാണെങ്കിൽ തന്നെ ഒരുപാട് ചേഞ്ചസ് ടെക്നോളജിക്കലായിട്ടും പൊളിറ്റിക്കലായിട്ടൊക്കെ ഒരുപാട് ചേഞ്ചസ് വരികയാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് അവർ ചേഞ്ചസ് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം ഓർഗനൈസേഷൻ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നതാണ് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. ഓൾ ഡിപ്പാർട്ട്മെൻറ്റ് ഗോൾസ് ആർ ടേൺ ടു അച്ചീവ് കോമൺ ഗോൾ. സോ ദർ ഷുഡ് ബി എ കോർഡിനേഷൻ ഓഫ് ഓൾ ആക്ടിവിറ്റീസ് ഓഫ് ദി ഓർഗനൈസേഷൻ ടു അച്ചീവ് കോമൺ ഗോൾ. യൂണിറ്റി ഓഫ് ഡയറക്ഷനിൽ എന്ന് പറയുന്നത് എല്ലാവരും ഒരു കോമൺ ഗോളിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്, ഒരു ഓർഗനൈസേഷൻ്റെ എല്ലാ ഗോൾസും. അപ്പോൾ എല്ലാ ആക്ടിവിറ്റീസും ഒരു ഓർഗനൈസേഷൻ്റെ എല്ലാ ആക്ടിവിറ്റീസും കോർഡിനേറ്റ് ചെയ്താൽ ഒരു ഓർഗനൈസേഷൻ്റെ കോമൺ ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റും. അവരുടെ പൊതുവായിട്ടുള്ള ലക്ഷ്യം നിറവേറാൻ യൂണിറ്റി ഓഫ് ഡയറക്ഷനിലൂടെ പറ്റും. നെക്സ്റ്റ് പ്രിൻസിപ്പിളാണ് മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ. അത് പഠിച്ചിട്ടുള്ളതാണ്. അതുപോലെ ഇവിടെ എന്താ പറയുന്നത് വെച്ചാൽ ഹിയർ ഓൾ ദി റൂട്ടീൻ ഡിസിഷൻസ് ആർ ടേക്കൺ ബൈ ദി സബോർഡിനേറ്റ്. സീനിയർ മാനേജേഴ്സ് വിൽ ഓൺലി ഡീൽ വിത്ത് എക്സെപ്ഷണൽ മാറ്റേഴ്സ്. അതായത് ഇവിടുത്തെ എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത് സബോർഡിനേറ്റ്സ് ആയിരിക്കും. സുപ്പീരിയേഴ്സ് ഇടപെടുക എന്ന് പറയുന്നത് എക്സെപ്ഷണൽ മാറ്റേഴ്സിൽ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ എന്ന് പറയുന്നത്. മാനേജേഴ്സ് ഒരു എക്സെപ്ഷണൽ കേസസിൽ മാത്രമേ തീരുമാനങ്ങൾ എടുക്കുള്ളൂ. ബാക്കി എല്ലാ റൂട്ടീൻ മാറ്റേഴ്സും ഡിസിഷൻ എടുക്കുന്നത് സബോർഡിനേറ്റ്സ് ആയിരിക്കും. നെക്സ്റ്റ് വണ്ണാണ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി. Delegation of authority means authority should be delegated to the subordinate for the successful completion of assigned job. അതായത് സബോർഡിനേറ്റ്സിന് സുപ്പീരിയേഴ്സ് എന്ത് ചെയ്ത് കൊടുക്കുക, അവർക്കുള്ള അധികാരം, അവർ ചെയ്യുന്ന വർക്ക്, അവരെന്ത് വർക്കാണോ അവരെന്ത് ജോലിയാണ് ചെയ്യുന്നത് വെച്ചാൽ ആ ജോലിക്ക് എന്തൊക്കെ അധികാരങ്ങളുണ്ട് അത് അവർക്ക് ഏൽപ്പിച്ച് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ അവർ ചെയ്യുന്ന വർക്ക് അവർക്ക് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് ബാലൻസ്. പ്രിൻസിപ്പിൾ ഓഫ് ബാലൻസിൽ പറയുന്നതാണ് എ പ്രോപ്പർ ബാലൻസ് ഷുഡ് ബി മെയിൻറ്റെയിൻ ബിറ്റ്വീൻ വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റും ഒരു പ്രോപ്പർ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുക. ദർ ആർ സെവറൽ യൂണിറ്റ്സ് ഫങ്ഷനിങ് സെപ്പറേറ്റ്ലി അണ്ടർ ആൻ ഓർഗനൈസേഷണൽ സെറ്റപ്പ്. സോ ഇറ്റ് ഈസ് എസെൻഷ്യൽ ദാറ്റ് സീക്വൻസ് ഓഫ് വർക്ക് ഷുഡ് ബി അറേഞ്ച് സയൻറ്റിഫിക്കലി. അതായത് ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും തമ്മിൽ. നെക്സ്റ്റ് പ്രിൻസിപ്പിളാണ് സിംപ്ലിസിറ്റി. The structure of an organization should be simple, then it is easy to manage. അതായത് ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചർ സിമ്പിൾ ആണെങ്കിൽ അപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യലും അതുപോലെ സിമ്പിളായിരിക്കും. നെക്സ്റ്റ് വൺ സ്റ്റെബിലിറ്റി. ദ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഷുഡ് ബി റീസണബ്ലി സ്റ്റേബിൾ.
അതായത് എപ്പോഴും സ്റ്റേബിളായിട്ട് കൊണ്ട് പോവുക ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. സ്റ്റേബിൾ എന്ന് പറഞ്ഞാൽ ഒരേ രീതിയിൽ കൊണ്ടുപോവുക. ജസ്റ്റ് അക്കൗണ്ടബിലിറ്റി. ദ ഹയർ അതോറിറ്റീസ് ആർ അക്കൗണ്ടബിൾ ഫോർ ദി ആക്ട്സ് ഓഫ് ദെയർ സബോർഡിനേറ്റ്സ്. അതായത് ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചർ, ഹയർ അതോറിറ്റീസ് ആണ് എന്ത് ചെയ്യേണ്ടത്, സബോർഡിനേറ്റിൻ്റെ ആക്ട്സ് ഒക്കെ അതിനുള്ള ഫുൾ ഉത്തരവാദിത്തം ആർക്ക് തന്നെ ആയിരിക്കും, ഹയർ അതോറിറ്റീസിനായിരിക്കും. സബോർഡിനേറ്റ്സ് എന്തൊക്കെയാണ് ചെയ്യുന്നത് അതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഹയർ അതോറിറ്റീസിനായിരിക്കും. അപ്പോൾ ഇത്രയാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഓർഗനൈസേഷനിൽ വരുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് ഫോർമൽ ഓർഗനൈസേഷൻ. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും ഫോർമൽ ഓർഗനൈസേഷൻ എന്താണെന്നുള്ളത്. A formal is one which is drafted by top management to achieve objectives. ഈ ഒരു ഫോർമൽ ഓർഗനൈസേഷൻ എപ്പോഴും ക്രിയേറ്റ് ചെയ്യുന്നത് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിലായിരിക്കും. ഫോർമൽ എന്ന് പറയുന്ന ഫുള്ള് ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഇവിടെ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് ആൻ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ വിച്ച് ക്ലിയർലി ഡിഫൈൻസ് ദി ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ്, അതോറിറ്റി ആൻഡ് റിലേഷൻഷിപ്പ് ആസ് പ്രിസ്ക്രൈബ്ഡ് ബൈ ദി ടോപ്പ് മാനേജ്മെൻറ്റ്. It represents the classification of activities within the enterprise, indicate who reports to whom, and explains the vertical flow of communication which connects the chief executive to the ordinary workers. അതായത് ഈ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ പറയുന്നതാണ് ഇവിടെ ഫുൾ ഡിസിഷൻസ് എടുക്കുന്നത്, ഇവിടെ ഡ്യൂട്ടി, റെസ്പോൺസിബിലിറ്റി, അതോറിറ്റി ഒക്കെ ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നത് ടോപ്പ് ലെവൽ മാനേജ്മെൻ്റ് ആയിരിക്കും. അവരാണ് ആക്ടിവിറ്റീസിനൊക്കെ എന്ത് ചെയ്യുക, ക്ലാസിഫൈ ചെയ്യുക. എൻ്റർപ്രൈസിന് ആക്ടിവിറ്റീസിനൊക്കെ ക്ലാസിഫൈ ചെയ്തിട്ട് അതിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഇൻഫോം ചെയ്യുകയാണ്. അതൊരു വേർട്ടിക്കൽ ലൈൻ ഓഫ് ഇൻഫോർമേഷൻ ആയിരിക്കും. എന്ന് വെച്ചാൽ ടോപ്പിൽ നിന്ന് താഴെ നിന്ന് മുകളിലേക്കായിരിക്കും എന്ത് അവർ ഇൻഫോർമേഷൻ കൊടുക്കുക, അല്ലെങ്കിൽ മുകളിൽ നിന്ന് താഴത്തേക്കായിരിക്കും. ഓർഡേഴ്സൊക്കെ താഴത്തേക്കും കൊടുക്കും, അവർക്കുള്ള റെസ്പോൺസിബിലിറ്റി ഒക്കെ മുകളിലേക്കായിരിക്കും. അപ്പോൾ ഈ ഒരു ഫോർമൽ എന്ന് പറയുകയാണെങ്കിൽ കറക്റ്റായിട്ട് ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ ഇൻ ദി സ്ട്രക്ചർ പൊസിഷൻ, റെസ്പോൺസിബിലിറ്റി, അതോറിറ്റി, അക്കൗണ്ടബിലിറ്റി ആൻഡ് ദി ലൈൻസ് ഓഫ് കമാൻഡ് ആർ ക്ലിയർലി ഡിഫൈൻഡ് ആൻഡ് സ്റ്റേറ്റഡ്. ഈ ഒരു ഓർഗനൈസേഷനിൽ എന്തൊക്കെയാണ് അവരുടെ പൊസിഷൻ, എന്താണ് അവരുടെ ഉത്തരവാദിത്തം, റെസ്പോൺസിബിലിറ്റി എന്താണ്, അവരുടെ അധികാരം എന്താണ്, അവരുടെ അക്കൗണ്ടബിലിറ്റി എന്തൊക്കെയാണ്, അതായത് എന്തിനൊക്കെ അവർ ലേബിൾ ആയിരിക്കും, ആ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് എങ്ങനെയാണ് കമാൻഡ് ചെയ്യുന്നത്, അവർക്ക് എങ്ങനെയാണ് ഒരു ഓർഡർ കൊടുക്കുന്നത്, അതൊക്കെ ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഓരോ ഇൻഡിവിജ്വലിന് എന്ത് പറയും, അവരുടെ അതോറിറ്റി, അവരുടെ റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് അവർക്ക് അറിയാൻ പറ്റും. ഇനി ഇതിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. ഇറ്റ് ഈസ് പ്രീ ഡിറ്റർമൈൻഡ് ബൈ ദി ടോപ്പ് മാനേജ്മെൻറ്റ്. ഈ ഒരു ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ പ്രീ ഡിറ്റർമൈൻഡ് ബൈ ടോപ്പ് മാനേജ്മെൻറ്റ്. ടോപ്പ് മാനേജ്മെൻറ്റ് മുൻകൂട്ടി തീരുമാനിച്ച ഒരു സ്ട്രക്ചറാണ് ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ. ഇവിടെ എന്ന് വെച്ചാൽ ഒഫീഷ്യലായിരിക്കും, ഫുൾ കാര്യങ്ങളും ഒഫീഷ്യലായിരിക്കും. അതൊരു ഫ്ലോ ആയിട്ടാണ് നമ്മൾ ഓർഗനൈസേഷനിൽ ഇൻഫർമേഷനൊക്കെ പാസ് ചെയ്യുന്നത്. ഒരിക്കലും ഇൻഫോർമൽ ആയിട്ടുള്ള രീതിയിൽ പാസ് ചെയ്യാൻ പറ്റില്ല. ദ സ്ട്രക്ചർ ഓഫ് എ ഫോർമൽ ഓർഗനൈസേഷൻ ഈസ് ക്ലിയർലി ഡിഫൈൻഡ്. ഒരു ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും. കാരണം അവരുടെ പൊസിഷനും റെസ്പോൺസിബിലിറ്റിയും അതോറിറ്റിയും അക്കൗണ്ടബിലിറ്റിയും അതുപോലെ ലൈൻ ഓഫ് കമാൻഡ്സ് ഒക്കെ ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും. നെക്സ്റ്റ്, ഫോർമൽ റിലേഷൻഷിപ്പ് ഈസ് എക്സിബിറ്റഡ് ത്രൂ ഓർഗനൈസേഷണൽ ചാർട്ട്സ്. അതായത് ഓർഗനൈസേഷണൽ ചാർട്ട്സ് വഴിയായിരിക്കും ഫോർമൽ റിലേഷൻഷിപ്പൊക്കെ എക്സിബിറ്റ് ചെയ്യുന്നത്. അവിടെയൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു ഓർഗനൈസേഷൻ ചാർട്ട്സ് വഴിയായിരിക്കും. കാരണം ഡയറക്റ്റായിട്ട് പിന്നെ എംപ്ലോയീസിന് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റായിട്ട് സംസാരിക്കാനോ അല്ലെങ്കിൽ ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ പറ്റില്ല. അതൊരു ലൈൻ ഓഫ് കമാൻഡ് വഴിയായിരിക്കും. കാരണം അവർ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡുമായിട്ട് കോൺടാക്ട് ചെയ്യണം, അവരാണെന്ത് ടോപ്പ് ലെവലിലേക്ക് അറിയിക്കുക. അങ്ങനെയായിരിക്കും ഇൻഫർമേഷൻസ് പാസ് ചെയ്യുന്നത്. ദ ലൈൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഈസ് ഫോർമലൈസ്ഡ്. ഇതുപോലെ തന്നെയാണ് എന്ത് അവരുടെ ലൈൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് എംപ്ലോയീസിന് ഡയറക്റ്റായിട്ടോ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അത് ഒരു ഫോർമൽ രീതിയിൽ വെർട്ടിക്കലായിട്ട് കൊടുക്കണം. ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സുപ്പീരിയർ ആൻഡ് സബോർഡിനേറ്റ് ഈസ് ഡിറ്റർമൈൻ. അവരുടെ റിലേഷൻഷിപ്പ് എന്താണെന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ടായിരിക്കണം, സുപ്പീരിയറും സബോർഡിനേറ്റും. പിന്നെ ദ റിലേഷൻഷിപ്പ് ഈസ് ബേസ്ഡ് ഓൺ റൂൾസ്, റെഗുലേഷൻസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് റൂൾസും റെഗുലേഷനും അതുപോലെ പ്രൊസീജിയേഴ്സൊക്കെ ബേസ് ചെയ്തിട്ടാണ്. അവിടുത്തെ കമ്പനിയുടെ റൂളും അതുപോലെ അവിടുത്തെ നിയന്ത്രണങ്ങൾ എന്തൊക്കെയാണ്, അവരെന്തൊക്കെ സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്, അതിൻ്റെ ബേസിസിലാണ് റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ടോപ്പ് ലെവൽ മാനേജ്മെൻ്റ് ആയിരിക്കും എല്ലാ ഡിസിഷനും കാര്യങ്ങളും എടുക്കുക.
നെക്സ്റ്റ് ആണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. It is an organizational structure which establishes the relationship on the basis of likes and dislikes of officers without considering the rules and regulations and procedures. അതായത് ഫോർമലിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇൻഫോർമൽ എന്ന് പറയുന്നത്. ഈ ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് എപ്പോഴും ഉണ്ടായിരിക്കും. കാരണം അവർ ഒരു സുപ്പീരിയർ സബോർഡിനേറ്റ് എന്നുള്ള ആ ഒരു ഒഫീഷ്യൽ റിലേഷൻഷിപ്പ് ആയിരിക്കില്ല, എപ്പോഴും പേഴ്സണൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കും. No conscious attempt is to create an informal organization. ഇതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് വെച്ചാൽ ഫ്രണ്ട്ഷിപ്പ് വഴി, അല്ലെങ്കിൽ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡ് വഴിയായിരിക്കും, അല്ലെങ്കിൽ ഇൻറ്റിമസി വഴിയായിരിക്കും, അല്ലെങ്കിൽ ക്ലോസ് കോണ്ടാക്റ്റുള്ള അവരുമായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ്. അപ്പോൾ ഒരിക്കലും അവർ ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങൾ ഒഫീഷ്യൽ പർപ്പസ് ആവില്ല. ഇവരെന്ന് പറഞ്ഞാൽ ഫോർമലായിരിക്കും അവരുടെ എല്ലാ പിന്നെ കമാൻഡും കാര്യങ്ങളൊക്കെ പോണത്. ഫോർമലായിരിക്കില്ല, ഇൻഫോർമലായിരിക്കും. The friendship, mutual understanding and confidence are some of the reasons for existing informal organization. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു സ്പെസിഫിക് റൂൾസ് ഒന്നും ഉണ്ടായിരിക്കില്ല. അതോറിറ്റി എന്താണ്, റെസ്പോൺസിബിലിറ്റി എന്താണെന്നുള്ളതിനുള്ള ഒരു സ്പെസിഫിക് റൂൾസും കാര്യങ്ങളൊന്നും ഇതിലുണ്ടായിരിക്കില്ല. ഫോളോയിങ് ആർ ദി ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ്. ദേ അറൈസ് സ്പോണ്ടേനിയസ്ലി. അതായത് ഇത് പെട്ടെന്നാണ് എന്ത് അറൈസ് ചെയ്യുന്നത്, ഉണ്ടായി വരുന്നത്. കാരണം ഫ്രണ്ട്സും അവരുള്ള ഒരു റിലേഷൻഷിപ്പ് വഴിയാണ് ഇങ്ങനത്തെ ഒരു ഇൻഫോർമൽ ഓർഗനൈസേഷൻ ഉണ്ടാവുക. ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ഡ്യൂ ടു പേഴ്സണൽ റിലേഷൻഷിപ്പ്. ഇതും എങ്ങനെയാണ്, ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പിൻ്റെ ബേസിലാണ് ഇങ്ങനത്തെ ഒരു ഓർഗനൈസേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ നാച്ചുറൽ ഗ്രൂപ്പിംഗ് ഓഫ് പീപ്പിൾ ഇൻ എ വർക്ക് സിറ്റുവേഷൻ. അതായത് ഒരു നാച്ചുറൽ ഗ്രൂപ്പിംഗ് ആണ് എന്ന് വെച്ചാൽ പീപ്പിൾ എങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്, ഒരു ഇൻഫോർമൽ രീതിയിലായിരിക്കില്ല ഇവിടെ വർക്ക് ചെയ്യുന്നത്. ഫോർമൽ രീതിയിലായിരിക്കില്ല വർക്ക് ചെയ്യുന്നത്. കാരണം ഇതൊരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒക്കെ ബേസിസിൽ, ഇപ്പോൾ ഒരു 3 ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് ഒരു ഓർഗനൈസേഷൻ തുടങ്ങുകയാണെങ്കിൽ അതൊരു ഇൻഫോർമൽ ആയിരിക്കും. കാരണം അവർ കറക്റ്റായിട്ട് ഇപ്പോൾ സാറിനൊന്നും വിളിക്കണ്ടാവില്ല, അങ്ങനെയുള്ള ഒരു ബന്ധത്തിലായിരിക്കും ഓർഗനൈസേഷൻ കൊണ്ടുപോകുന്നത്. നെക്സ്റ്റ് ആണ് ഡിഫറൻസ് ബിറ്റ്വീൻ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. ഫോർമൽ ഓർഗനൈസേഷൻ, ഇൻഫോർമൽ ഓർഗനൈസേഷൻ തമ്മിലുള്ള ഡിഫറൻസുകൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ എന്ന് പറയുന്നതാണ് ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ടു അച്ചീവ് പ്രീ ഡിറ്റർമൈൻഡ് ഒബ്ജക്റ്റീവ്. ഫോർമൽ എന്ന് പറയുന്നത് ഫോർമൽ ഓർഗനൈസേഷൻ പറഞ്ഞാൽ ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ഡെലിബറേറ്റ്ലി. അതായത് പെട്ടെന്നായില്ല ക്രിയേറ്റ് ചെയ്യുന്നത്. ഇവരെന്ന് പറയുന്ന പ്രീ ഡിറ്റർമൈൻ ആയിട്ട് ഒബ്ജക്റ്റീവ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടായിരിക്കും ഈ ഒരു ഫോർമൽ ഓർഗനൈസേഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക. പക്ഷേ ഇൻഫോർമൽ എന്ന് പറഞ്ഞാൽ സ്പോണ്ടേനിയസ് ആയിരിക്കും. അതിനൊരു പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സും കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. പിന്നെ ഇതിലെന്ന് പറയുന്നതാണ് ദ അതോറിറ്റി ഫ്ലോസ് ഫ്രം ടോപ്പ് ടു ബോട്ടം. ടോപ്പിൽ നിന്ന് ബോട്ടത്തേക്കാണ് ഫോർമലിൽ അതോറിറ്റി അധികാരം പോകുന്നത്. പക്ഷേ ഇൻഫോർമൽ അതോറിറ്റി എന്ന് പറയുന്നത് ടോപ്പ് ടു ബോട്ടം ഓർ ഹൊറിസോണ്ടലി, ഒന്നെങ്കിൽ ടോപ്പിൽ നിന്ന് ബോട്ടത്തേക്കോ അല്ലെങ്കിൽ ഹൊറിസോണ്ടലി, അതായത് ഒരേപോലെയുള്ള രീതിയിലോ അവരുടെ ഇൻഫർമേഷൻ പോവാം. പിന്നെ ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ഫോർ ടെക്നോളജിക്കൽ പർപ്പസ്.